ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ SSC CHSL 2024 ക്രാഷ് കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള പുതിയൊരു ക്ലാസ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രിഗ്നോമെട്രിയിലെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എക്സാമിന് നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടില്ലാത്ത മെത്തേഡ്സ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ എങ്ങനെ ചെയ്യണം എക്സാമിൽ വിജയിക്കാൻ വേണ്ടി എന്നുള്ള തരത്തിലുള്ള മെത്തേഡ്സ് ആണ് നമ്മുടെ ഓരോ ക്ലാസ്സിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ പ്ലേലിസ്റ്റിൽ അരിത്തമെറ്റിക് മാത്സ് കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് മൊത്തം കാണാവുന്നതാണ്. അതിന്റെ കൂടെ നമ്മൾ അഡ്വാൻസ്ഡ് മാത്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ചാപ്റ്ററും ചെയ്ത് തരുമെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കും, പരിചയപ്പെടുത്തി തന്നിരിക്കും നിങ്ങളുടെ പ്രാക്ടീസിന് വേണ്ടി. അപ്പോൾ അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഫോളോ ചെയ്ത് പോകും. CHSL എക്സാം ജൂലൈ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് മുമ്പേ നമുക്കൊരു റിവിഷൻ എന്ന രീതിയിൽ നമ്മൾ ചാപ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ക്ലാസ്സുകളെല്ലാം നന്നായിട്ട് കണ്ട് പഠിച്ച് നിങ്ങൾ അത് എക്സാമിന് വേണ്ടി ഉപയോഗിക്കുക. എന്നിട്ട് എക്സാം എഴുതി കഴിഞ്ഞ ശേഷം ഇതിൻ്റെ എല്ലാ കമൻറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരും. അപ്പോൾ നന്നായിട്ട് പഠിക്കുന്നവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നുള്ള രീതിയിലുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ ക്ലാസ്സുകൾ എടുക്കുന്നവർക്ക് ഇത് ഡെമോ കണ്ടിട്ട് ക്ലാസ്സുകൾ എടുക്കാവുന്നതാണ്. ഓക്കെ, അതേപോലെ ഇത് CHSL ക്ലാസിന്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. എ മാൻ, ഓക്കെ ഇത് ബോയുടെ, ഓക്കെ എ ബോയ് ഹു ഈസ് 7 feet tall, ഓക്കെ നമുക്ക് ഈ കളർ ഈ tall can cast a shadow of 21 feet long in the ground. How tall is the man who can cast a shadow that is 15 feet long? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ എങ്ങനെയാ ചെയ്യുന്നത്? 7-21 ആണ്. അപ്പോൾ 15 ആവാൻ വേണ്ടി എത്ര വേണം? 5. ഓപ്ഷൻ ഡി. എന്ത് ചെയ്യും? ഞാനിത് പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ടേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് പേന എടുത്ത് വരച്ച് ചെയ്യുന്നവരത്തോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിച്ച മെത്തേഡ്സിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നമുക്ക് ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ഏറ്റവും മാക്സിമം എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരുപാട് മെത്തേഡ്സ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ അത് എങ്ങനെ നിങ്ങളെ പരിചയപ്പെടുത്തി തരും എന്നുള്ളതാണ് എൻ്റെ ക്ലാസ്സുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്ക്, ഒരു ആള് 7 ഫീറ്റ് നീളമുള്ള ആൾ ഉണ്ടാക്കുന്ന ഷാഡോയുടെ അളവെന്ന് പറഞ്ഞാൽ എത്രയാണ്? 21 ഫീറ്റാണ്. അപ്പോൾ റേഷ്യോ എടുത്താൽ മതി. 1 ഉണ്ടെങ്കിൽ അത് 3 എടുക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൗ ടാൾ ഈസ് ദ മാൻ ഹു ക്യാൻ കാസ്റ്റ് എ ഷാഡോ ഓഫ് 15 feet ലോങ്. അപ്പോൾ ഈ ഷാഡോയുടെ ഈ 3 യൂണിറ്റിന്റെ വാല്യൂ ആണ് എന്നിട്ടുള്ളത് 15. അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് എത്ര? 5. പക്ഷെ ഇങ്ങനെ എഴുതി ചെയ്യുന്നവർക്ക് എന്താണ്, അവിടെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ബാക്കിയുള്ളവരെക്കായി 5 സെക്കൻഡെങ്കിലും അധികം എടുത്തു എന്നുണ്ടെങ്കിൽ തന്നെ അതെന്താണ്, ഒരു പ്രശ്നമാണ്. നിങ്ങൾക്ക് അതിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള മെത്തേഡ്സ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അതിനേക്കാളും നിങ്ങൾ വളഞ്ഞ വഴിയിൽ പോകുന്നത്? ഓക്കെ, അപ്പോൾ അത് പഠിക്കുന്ന സ്റ്റൈലിന്റെ കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു CHSL ക്രാഷ് കോഴ്സിൽ തന്നെ ഒരാൾ ചോദിച്ചു, നമ്മുടെ മാത്സ് എത്ര മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എത്ര 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ പിന്നെ പറയുന്നത് 15 to 18 മിനിറ്റ് തീർക്കണമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ 15 മിനിറ്റിൽ നിങ്ങൾ 25 ക്വസ്റ്റ്യൻസ് തീർക്കണമെങ്കിൽ, അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒരിക്കലും പറ്റത്തില്ല. അതായത് നോർമലായിട്ട് പഠിച്ചവർക്ക്. പഠിക്കുമ്പോൾ ഇങ്ങനത്തുള്ള മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 12 മിനിറ്റിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, 25 ക്വസ്റ്റ്യൻ തീർക്കും. പക്ഷെ അത് അതിൻ്റെ ആവശ്യമില്ല. 12 മിനിറ്റ് തീർക്കേണ്ട ആവശ്യമില്ല. 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് അത്യാവശ്യം നല്ല സമയമാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നിങ്ങൾക്ക് തീർക്കാവുന്നതാണ്. ഓക്കെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് നിങ്ങളുടെ പ്രാക്ടീസ് അനുസരിച്ചിരിക്കും. ഓരോരുത്തരുടെയും പ്രാക്ടീസും അവർ പഠിക്കുന്ന മെത്തേഡ്സും ഒക്കെ അനുസരിച്ചിരിക്കും നിങ്ങൾ എക്സാമിന് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ ഫ്ലാഗ്, പിന്നെ നമ്മൾ ചെയ്യുന്നത് കുറച്ച് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആണ്. എ ഫ്ലാഗ് ഓഫ് ഹൈറ്റ് 4 meters is standing on the top of a building. The angle between the top of the flag from point X is 45 degree and the angle of elevation from the top of building from X is 30. ടോപ്പിൽ ഫ്ലാഗിലും ടോപ്പിൽ പോയിന്റ് X is on the ground level. What is the height of the building? അപ്പോൾ ഇത് ഫിഗർ വരച്ചെങ്കിലും വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ, ഒരു ബിൽഡിംഗ് ഇതാണെന്ന് വെച്ചാൽ തറയിൽ നിൽക്കുവാണ്. അതിന്റെ മേളിൽ എന്താണുള്ളത്? ഫ്ലാഗ് ആണുള്ളത്. ഓക്കെ, ഇവിടെ ഒരു ഫ്ലാഗ്, ഒരു കൊടിയുണ്ട്. അപ്പോൾ അതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 4 meter. The angle of elevation top of the flag from point X is 45. അപ്പം ഫ്ലാഗിലോട്ട് X എന്ന് പറയുന്ന പോയിന്റ് ഇതാണെങ്കിൽ ഇതിന്റെ ആംഗിൾ ഓഫ് എലിവേഷൻ ആണ് തന്നിട്ടുള്ളത്. എത്ര? ഇവിടെ തന്നിട്ടുള്ള ഈ ആംഗിൾ ആണ് 45 ഡിഗ്രി എന്ന് തന്നിട്ടുള്ളത്. ഇനി എന്താ തന്നിട്ടുള്ളത്? നോക്ക്, ഇനി ആംഗിൾ ഓഫ് എലിവേഷൻ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ്. ടോപ്പ് ഓഫ് ബിൽഡിംഗ് ഇതാണ്. ബിൽഡിങ്ങിന്റെ ടോപ്പിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ X എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഈ വാല്യൂ ആണ് എത്ര തന്നിട്ടുള്ളത്? ഇതാണ് നമ്മുടെ 30 ഡിഗ്രി എന്ന് തന്നിട്ടുള്ളത്. പോയിന്റ് X is on the ground. വാട്ട് ഈസ് ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്? അതായത് ഈ ഒരു ഹൈറ്റ് ആണ് വേണ്ടത്. അപ്പൊ നമുക്കറിയാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി അറിയാം. ഓക്കെ, ഇതൊക്കെ ഫൗണ്ടേഷൻ ബാച്ചിൽ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഇത് 30 ഡിഗ്രി, ഇത് 60 ഡിഗ്രി ആണെങ്കിൽ 30ന്റെ ഓപ്പോസിറ്റ് 1 യൂണിറ്റ് ആണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് 3 യൂണിറ്റും 90യുടെ ഓപ്പോസിറ്റ് 2 യൂണിറ്റും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ചെറിയ ട്രയാങ്കിൾ എടുക്കാം. 30ന്റെ ഓപ്പോസിറ്റ് എത്രയാണ്? 1 യൂണിറ്റ് ആണ്. ഇത് 60 ആയിരിക്കും, ഇത് 90 ആണ്. ഓക്കെ, 60യുടെ ഓപ്പോസിറ്റ് √3 യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ 45. ഇനി വലിയ ട്രയാങ്കിൾ എടുക്കാം. അപ്പോൾ 45 ഇത് 45 ആയിരിക്കും, ഇത് 90 ആയിരിക്കും വലിയ ട്രയാങ്കിൾ. അപ്പോൾ 45 90 ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? ഇതാണ് നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 45 90 ആണെങ്കിൽ ഇത് 1:1 ഇത് എന്തായിരിക്കും? √2 ആയിരിക്കും.
അപ്പോൾ ഇവിടെ 45 ഓപ്പോസിറ്റ് √3 യൂണിറ്റ് ആണ് നമ്മൾ എടുത്തത്. ഓക്കെ, അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് √3 ആണെങ്കിൽ ഇത് നമ്മൾ എന്തെടുത്തു, √3 എടുത്തു. അപ്പോൾ ഈ 45 ഇതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, ടോട്ടൽ മൊത്തവും √3 ആയിരിക്കും. നമുക്ക് ഇവിടെ കിട്ടിയ എന്താണ്, 1 ആണ്. അപ്പോൾ ടോട്ടൽ √3 -1 യൂണിറ്റിന്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിരിക്കുന്നത് 4 മീറ്റർ. നമുക്ക് എത്രന്റെ വാല്യൂ വേണ്ടുന്നത്, ഈ ഒരു യൂണിറ്റിന്റെ വാല്യൂ വേണ്ടത്. ഇതാണ് ഹൈറ്റ്, ഇതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിൽ ഒരു ക്വസ്റ്റ്യൻ പോലും എന്താവത്തില്ല, മിസ് ആവത്തില്ല. ഓക്കെ, അപ്പൊ 1ന്റെ വാല്യൂ ആണ് 4/√3 - 1, 4 × √3 + 1 ഡിവൈഡഡ് ബൈ √3. മേലെ താഴെ √3 + 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, കോഞ്ചുഗേറ്റ് ഉണ്ട്. അപ്പോൾ താഴെ എന്ത് വരും, a² - b², √3യുടെ സ്ക്വയർ - 1ന്റെ സ്ക്വയർ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്, ഈ കാൽക്കുലേഷനൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. /2 എന്ന് വരും. 2 × √3 + 1 ഓപ്ഷൻ ഡി എന്ത് ചെയ്യാം, ആൻസർ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഉണ്ട്, നല്ല ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. ഓക്കെ, 10 ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നും ടോപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് കിട്ടുന്നതായിരിക്കും. ഫ്രം ദ ടോപ്പ് ഓഫ് ദ അപ്രൈറ്റ് പോൾ 17.75 മീറ്റർ ഹൈ ദ ആംഗിൾ. അപ്പോൾ ക്വസ്റ്റിന്റെ ഡേറ്റ കണ്ടോ, ഓപ്ഷൻ ഒക്കെ കണ്ടോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 17.75 മീറ്റർ നീളമുള്ള ഒരു പോളിൽ നിന്നും ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ആൻ അപ്രൈറ്റ് ടവർ. ഓക്കെ, അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. ഓക്കെ, അത് എത്രയാണ് 60 ഡിഗ്രി ആണ്. ഓക്കെ, അത് മറ്റേത് വലുതായിരിക്കും, ആംഗിൾ ഓഫ് എലിവേഷൻ ആണെങ്കിൽ 60 ഡിഗ്രി ആണ്. ടവർ 57.75 മീറ്റർ ടാളാണ്. അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ 17.75 ഉണ്ട്. അപ്പോൾ ഇത് എത്ര ആയിരിക്കും, 17.75 ആയിരിക്കും. ബാക്കി റിമൈനിങ് എത്ര, 57.7 നിന്നും 17.75 കുറയ്ക്കുക, എത്ര വരും ഇത്, 57 17 കുറച്ചാൽ 40, 0.75 കൂടെ കുറച്ചാൽ എത്ര വരും, ഇവിടെ 40 എന്ന് വരും. അപ്പോൾ ഫൂട്ട് ഓഫ് ദ ഹൗ ഫാർ എവേ ദ ഫൂട്ട് ഓഫ് ദ പോൾ വാസ് ഫ്രം ദ ഫൂട്ട് ഓഫ് ദ ടവർ. അതായത് ഏത് ഡിസ്റ്റൻസ് ആണ് വരുന്നത്, ഈ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, ഈ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിനായിരിക്കും എന്ന് പറഞ്ഞത് ഈ ഡിസ്റ്റൻസും. അപ്പോൾ 60ന്റെ ഓപ്പോസിറ്റ് 40, 60ന്റെ ഓപ്പോസിറ്റ് √3 ആണെങ്കിൽ ഇതെന്തായിരിക്കും, ഇത് 30 ഡിഗ്രി ആയിരിക്കും. 30ന്റെ ഓപ്പോസിറ്റ് 1 ആണ്. അപ്പോൾ √3യുടെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 40. നമുക്ക് 1ന്റെ വാല്യൂ വേണം. അപ്പോൾ 40/√3, മേലും താഴെ √3 കൊണ്ട് പിടിക്കാം. 40√3/5, ഇവിടെ √3 വരും. ഓക്കെ, 40√3/3 ഓപ്ഷൻ ഡി എന്ത് ചെയ്യാം, ആൻസർ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഫിഗർ എത്രത്തോളം നന്നായിട്ട് വരയ്ക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരാൾ സ്റ്റാൻഡിങ് അറ്റ് സം ഡിസ്റ്റൻസ് ഫ്രം എ 60 മീറ്റർ ടോൾ ബിൽഡിംഗ്. Mohit is 1.8 meter tall. When Mohit walks towards the building, then the angle of elevation from the head becomes 60 from 45. How much distance Mohit is covered towards the building? Okay, അപ്പോൾ ഈ ക്വസ്റ്റൻസ് ഒക്കെ പടം നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ആ ഫിഗർ നിങ്ങൾ മനസ്സിൽ വരണം. അപ്പോൾ 60 മീറ്റർ ടോൾ ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് അയാളുടെ ലെങ്ത് എത്രയാണ്, ഡിസ്റ്റൻസ് എത്രയാണ്, 1.8, അത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, 1.8 തന്നെ ആയിരിക്കും. അപ്പോൾ അയാൾ എന്താണ്, ഇത് 1.8 ആണ്. ഓക്കെ, 1.8 ആണ്. അപ്പോൾ ബാക്കി റിമൈനിങ് എത്ര ഉണ്ട്, 60 നിന്ന് 1.8 പറഞ്ഞാൽ 58.2 ഉണ്ട്. 58.2 ആണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇത്രയും കാര്യം കിട്ടി. വരുന്ന മോഹിത്ത് എന്ത് ചെയ്യണം, ഇവിടുന്ന് ഇങ്ങോട്ട് വരുവാണ്. ആംഗിൾ ഓഫ് എലിവേഷൻ ബിക്കം 60 ഫ്രം 45. അതായത് ആദ്യം എന്തായിരുന്നു ആംഗിൾ ഓഫ് എലിവേഷൻ മേളിലോട്ടുള്ളത് 45. ദൂരം കൂടുന്നോറും ആംഗിൾ കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് എന്ത് വരും, ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മളെ 60 ഡിഗ്രി. ഓക്കെ, 45 ഡിഗ്രി ഉണ്ടായിരുന്നു, ഇവിടെ ഇപ്പോൾ 60 ഡിഗ്രി ആയി. അപ്പോൾ ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്, അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേണ്ടുന്ന എന്താ, ഹൗ മച്ച് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആദ്യം ഈ ട്രയാങ്കിൾ അങ്ങോട്ട് എടുക്കാം, ഒരു ചെറിയ ട്രയാങ്കിൾ അങ്ങോട്ട് എടുക്കാം. അപ്പോൾ ചെറിയ ട്രയാങ്കിളിൽ 58.2 1.8 നോക്കാം. 60ന്റെ ഓപ്പോസിറ്റ് എന്താ, 58.2. അപ്പോൾ ഇത് √3 ആണ്. ഓക്കെ, 60ന്റെ ഓപ്പോസിറ്റ് √3 ആണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ്, 30ന്റെ ഓപ്പോസിറ്റ് 1 യൂണിറ്റ് ആണെങ്കിൽ ഇത് എത്രയാണ്, √3 യൂണിറ്റ് ആണ്. ഇനി 45ന്റെ കാര്യം എടുക്കുക. 45ന്റെ കാര്യം എടുത്താൽ അടുത്ത വലിയ ട്രയാങ്കിൾ, ചെറിയ ട്രയാങ്കിൾ കഴിഞ്ഞു. √3 യൂണിറ്റ് ആണെങ്കിൽ ഇത് 1 യൂണിറ്റ് ആണ്. റേഷ്യോ ആണ്. ഓക്കെ, റേഷ്യോ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വലിയ ട്രയാങ്കിളിനകത്ത് ഇത് 45, ഇതെന്ത് തന്നെ ആയിരിക്കും ടോട്ടൽ 45, ഇത് 90 ആണ്. 45ന്റെ ഓപ്പോസിറ്റുള്ള അതേ വാല്യൂ തന്നെ ആയിരിക്കും ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ടോട്ടൽ വാല്യൂ നമുക്ക് എന്ത് കൊടുക്കാം, √3. കാര്യം ഇവിടെ നമ്മൾ √3 എടുത്താൽ രണ്ടിടത്തും സെയിം √3 എടുത്തു, ഇവിടെ √3 എടുത്തു. അപ്പോൾ ഇതെന്താണ്, ടോട്ടൽ √3 യൂണിറ്റ് ആണ്. അപ്പോൾ നടന്ന ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താ, ഇവിടെ മുതൽ ഇവിടെ വരെ അല്ലേ, ഇവിടെ മുതൽ ഇവിടെ വരെ, ഇതാണ് നടന്ന ഡിസ്റ്റൻസ്. ഈ ദൂരം ആ ചേഞ്ച് ചെയ്ത ദൂരം. അപ്പോൾ നമുക്ക് വേണ്ടത് എത്ര യൂണിറ്റിന്റെ വാല്യൂ ആണ്, √3 ടോട്ടലുണ്ട്, അതിൽ നിന്ന് 1 കുറയ്ക്കാം. ഒന്നാണിത്, 1 കുറയ്ക്കാം. √3 - 1ന്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് വരും, എന്താണ് തന്നിട്ടുള്ളത്, നമ്മളുടെ ഈ 58.2 √3 യൂണിറ്റിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 58.2. ഇത് റേഷ്യോ ഒക്കെ അറിഞ്ഞാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് എത്ര വാല്യൂ വേണം, √3 - 1ന്റെ വാല്യൂ ആണ് വേണ്ടത്. ഓപ്ഷൻ നോക്കുമ്പോൾ അങ്ങനെ ഒരു പരിപാടിയൊന്നും കാണുന്നില്ല. മേളിൽ താഴെ √3 കൊണ്ട് ഗുണിച്ച് നോക്കാം. അപ്പോൾ താഴെ എന്തോരും 3 ആവും. 3 കൊണ്ട് ഇവന്മാരെ ഒന്ന് ഡിവൈഡ് ചെയ്തോ, 194 19.4 എവിടെയെങ്കിലും ഉണ്ടോ, ഇതാ കിടക്കുന്നു. 19.4 ഇൻറ്റു √3 അകത്തോട്ട് 3 - √3, 19.4 ഇൻറ്റു 3 - √3 ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കിട്ടും. എപ്പോഴും ഇതേപോലത്തുള്ള ക്വസ്റ്റ്യൻസ് അകത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് നോക്കിക്കോണം. നിങ്ങൾ ആ ഒരു അതിലോട്ട് എത്തിക്കണം, ഓപ്ഷനിലോട്ട് എത്തിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ ചെയ്യണം. അപ്പോൾ ചിലവർക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടാൻ പാടായിരിക്കും, പ്രയാസമായിരിക്കും. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളത് കമൻ്റായിട്ട് പറയുക.
മിണ്ടാതിരുന്നിട്ട് കാര്യം, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇത്രയും നല്ല ക്ലാസ്സുകൾ വരുമ്പോൾ നിങ്ങൾ അത് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ അഭിപ്രായം എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അത് പറഞ്ഞിരിക്കണം. ഓക്കെ, കുറച്ച് നോക്കാം. ഓക്കെ, നിങ്ങൾ തോന്നുന്ന കാര്യം എന്ത് ചെയ്യാൻ പറയാം. 2 pillars A and B of same height. അപ്പോൾ ആർക്കെങ്കിലും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലെ SSC GD 2022 പ്ലേലിസ്റ്റ് എടുക്കുക, ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ കാണുക. അപ്പോൾ അതേപോലെ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ CGL-ന്റെ ക്ലാസ്സിൽ നല്ല ലെവൽ കോഴ്സ് ഇട്ടപ്പോൾ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാർ അവരുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം നമ്മളുടെ GD-യുടെ ക്ലാസ് കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ട് അതിൻ്റെ കമൻറ്റ് ഇടുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ യൂസ്. അപ്പോൾ ഇപ്പം മനസ്സിലാവുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, എവിടെയോ നിങ്ങൾക്ക് പ്രശ്നമുണ്ട്, പക്ഷെ അത് മാറ്റാനുള്ള കാര്യങ്ങളും എവിടെ തന്നെ ഉണ്ട്, ഈ ചാനലിൽ തന്നെ ഫ്രീ ആയിട്ടുണ്ട്. നിങ്ങളത് കണ്ടെത്തി ഒന്ന് പഠിക്കണം, അത്ര മാത്രമേ എന്തുള്ളൂ, നിങ്ങൾക്ക് ഒരു പണിയുള്ളൂ. അത് നിങ്ങൾ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഇതെല്ലാം എന്താവും, എളുപ്പമായിട്ട് മാറും. ഓക്കെ, 2 pillars A and B of same height are opposite sides of a road which is എത്ര മീറ്റർ, 40 meter wide ആണ്. Angles of elevation of top of the pillars are 30, 45. A point on a road at a point on a road between the pillars. What is the distance of point of the foot from pillar A? അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു റോഡുണ്ട്, റോഡിന്റെ ലെങ്ത് 40 മീറ്റർ ആണ്, 2 സെയിം ഹൈറ്റ് ഉള്ള 2 പില്ലർ ഉണ്ട്. ഓക്കെ, 2 തൂണുകളുണ്ട്. അപ്പോൾ അതിൽ നിന്നും എന്താണ് പറയുന്നത്, അതിൻ്റെ ഇടയ്ക്കുള്ളൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടും ഫസ്റ്റ് എയും ഇത് ബിയും ആണ്. ആദ്യത്തെ ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇത് 45 ഡിഗ്രിയാണ് എലിവേഷൻ. ഇനി എന്താ ചോദിച്ചേക്കുന്നത്, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദ ഫൂട്ട് ഓഫ് ദ പില്ലർ എ. അപ്പോൾ ഈ പോയിന്റ്, ഇതാണ് പോയിന്റ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, എയിൽ നിന്നും എത്ര ദൂരം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെടുക്കാം, ഇവിടെ നമുക്ക് 30ന്റെ ഓപ്പോസിറ്റ് ഒരു യൂണിറ്റ് ആണെങ്കിൽ ഇത് 60 യൂണിറ്റ് ആണ്, ഇത് √3 യൂണിറ്റ് ആണ്. ഓക്കെ, 45ന്റെ ഓപ്പോസിറ്റ് നമ്മൾ എന്ത് ചെയ്യാം, 2 ഹൈറ്റ് സെയിം ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് 1 യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് 1 യൂണിറ്റ് ആയിട്ട് എടുക്കണം. കാര്യം എന്താണ്, ഹൈറ്റ് സെയിം ആണ്. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മനസ്സിൽ വേണം, സെയിം ഹൈറ്റ് ആണ്. അപ്പോൾ കണ്ടീഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇത് 45 തന്നെയാണ്, 45ന്റെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 45ന്റെ ഓപ്പോസിറ്റ് ഇവിടെ 1 ആണ്, അതായത് √3യും ഇവിടെ 1. ഓക്കെ, അപ്പോൾ √3 1 + √3 അല്ലെങ്കിൽ √3 + 1ന്റെ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത് 40 മീറ്റർ. നമുക്ക് എന്തിൻ്റെ വാല്യൂ വേണം, √3 യൂണിറ്റിൻ്റെ വാല്യൂ വേണം. അപ്പോൾ 40 √3/√3 + 1. ഓപ്ഷനകത്ത് അങ്ങനെയൊന്നുമില്ല, മേളിൽ √3 - 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ എന്തോരും √3 + 1 × √3 - 1 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, A² - B² നേരത്തെ നമ്മൾ ചെയ്തത് 2 എന്ന് കിട്ടും. അപ്പോൾ 20 × √3 അകത്ത് പോകുമ്പോൾ 3 - √3. ഓപ്ഷൻ C നമുക്ക് എന്ത് ചെയ്യാൻ ആൻസർ ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ നോക്കി വേണം എന്ത് ചെയ്യാൻ, ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങൾ സെറ്റ് ആക്കാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ 5 ക്വസ്റ്റ്യൻ ചെയ്തു. The tops of 2 poles of height 18, 30 are connected by a wire. If the wire makes an angle 30 degree with the horizontal, what is the length of the wire? Okay, അപ്പോൾ ടോപ്സ് ഓഫ് 2 പോൾ, ഓക്കെ, 18 മീറ്ററും 30 മീറ്ററും. ഓക്കെ, ഇത് 18 മീറ്റർ, ഇത് 30 മീറ്റർ ഉള്ള ടോപ്പ് ഓഫ് ദ 2 പോൾസ് എന്താണ്, കണക്റ്റഡ് ബൈ എ വയർ ആണ്. അവർ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേപോലെ ചെയ്യാം, കണക്റ്റഡ് ബൈ എ വയർ. അപ്പോൾ ഇതൊക്കെ ഫിഗർ വരച്ച് പഠിച്ചാലേ സെറ്റ് ആവത്തുള്ളൂ. കണക്റ്റഡ് ബൈ എ വയർ. അപ്പോൾ ഇതാണ് നമ്മുടെ പയ്യൻ. വയർ എന്ന് പറഞ്ഞാൽ ഓക്കെ, വയർ. ഓക്കെ, ഇതൊന്ന് സെറ്റാക്കി നേരെ വരയ്ക്കാം. ഓക്കെ, ഫിഗർ കറക്റ്റായിട്ട് വരച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ഒക്കെ സെറ്റാണ്, റേഷ്യോയും കൂടെ ഒന്ന് പഠിക്കണം. അപ്പോൾ ഇത് 18 മീറ്റർ 30 ആണെങ്കിൽ മേലെ എത്ര വരും, ബാക്കി 12 ആണ് ഇത്രയൊരു ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇഫ് ദ വയർ മേക്സ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് ഹോറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഈ സ്ട്രേറ്റ് ലൈനാണ്. അപ്പോൾ ഇത് 2 90 ഡിഗ്രി ആയതുകൊണ്ട് എന്തായിരിക്കും, ഇതും സെയിം പാരലൽ തന്നെയായിരിക്കും, ഇത് 2 പാരലായിരിക്കും. അപ്പോൾ എന്താണ്, ഇത് 30 ഡിഗ്രിയാണ്. അപ്പോൾ 30ന്റെ ഓപ്പോസിറ്റ് 12 ആണെങ്കിൽ നമുക്ക് എന്താ, വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ വയർ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. 30ന്റെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 90യുടെ ഓപ്പോസിറ്റ് എത്രയാണ്, 2 യൂണിറ്റ്. അപ്പോൾ 1 യൂണിറ്റിനെ സൂചിപ്പിക്കുന്ന സാധനമാണ് 12. അപ്പോൾ 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 12 × 2 25 മീറ്റർ ആയിരിക്കും എന്ന് പറയുന്നത് ആ ഒരു വയറിന്റെ നീളം എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിനകത്ത് ചെറിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ കുറച്ച് ചിലടത്ത് √3യും കാൽക്കുലേഷനും ഒക്കെ വരുന്നതാണ്, കുറച്ച് ഫിഗറൊക്കെ വരച്ച് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ മരം ഒടിഞ്ഞു വീഴുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അതൊക്കെ ഫൗണ്ടേഷൻ ബാച്ചിൽ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഫ്രം ദ ടോപ്പ് ഓഫ് ആൻ അപ്രൈറ്റ് പോൾ 24 √3 ഫീറ്റ് ഹൈ. അപ്പോൾ CGL-ന്റെ ക്ലാസിന്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ചാനലിൽ വീഡിയോസ് ഉണ്ട്, അതെല്ലാം എടുത്ത് കാണുക. ഫ്രം ദ ടോപ്പ് ഓഫ് ആൻ അപ്രൈറ്റ് പോൾ 24 √3 ഫീറ്റ് ഹൈ. ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ആൻ അപ്രൈറ്റ് ടവർ 60 ആണ്. ഫൂട്ട് ഓഫ് ദ പോൾ വാസ് 60 ഫീറ്റ് അവേ ഫ്രം ദ ഫൂട്ട് ഓഫ് ദ ടവർ. വാട്ട് ടാൾ വാസ് ദ ടവർ. അപ്പോൾ ഫ്രം ദ ടോപ്പ് ഓഫ് ആൻ അപ്രൈറ്റ് പോൾ. ഓക്കെ, ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മേളിലോട്ട് നോക്കുകയാണ്, അതായത് ഇതിനേക്കാളും വലുതായിരിക്കും മറ്റേത്. 24 √3 ആണ് ഇതിൻ്റെ ഹൈറ്റ്. ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടവർ. ഓക്കെ, പോളിൽ നിന്നും ടവർ ആയിരിക്കും ഹൈ. ഓക്കെ, എത്രയാണ്, ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്, മേളിലോട്ട് ഉള്ളത്. ഓക്കെ, ഡിപ്രഷനും ആംഗിൾ ഓഫ് എലിവേഷൻ എല്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 60 ഡിഗ്രിയാണ്. ഫൂട്ട് ഓഫ് ദ പോൾ 60 ഫീറ്റ് അവേ ഫ്രം ദ ഫൂട്ട് ഓഫ് ദ ടവർ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ്, ഇതേ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും, ഇതേ ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് 60 മീറ്റർ ആണെങ്കിൽ വാട്ട് ഈസ് ദ ടവറിൻ്റെ, അതായത് ഈ ടവർ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തമാണ് വേണ്ടത്. ഓൾറെഡി ഇവിടെ എന്തുണ്ട്, 24 √3 ഉണ്ട്. അപ്പോൾ ഇത് 60 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും, ഇത് 90 ആണ്. ഇത് 30 ആയിരിക്കും. 30യുടെ ഓപ്പോസിറ്റ് 60 ആണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് √3 യൂണിറ്റാണ്. 30യുടെ ഓപ്പോസിറ്റ് 1 ആണ്. 1ന്റെ വാല്യൂ 60 ആണെങ്കിൽ √3യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ
ഇതെന്താണ് 60√3 ആണ് അല്ലേ, √3. ഒന്നിൻ്റെ വാല്യൂ √3 ആണെങ്കിൽ, ഒന്നിൻ്റെ വാല്യൂ 60 ആണെങ്കിൽ √3 വാല്യൂ 60 × √3 ആണ്. ഓക്കെ, √3 ഒന്നിനെ √3 വിളിക്കുന്നു, 60നെ √3 വിളിക്കുന്നു. അപ്പോൾ ഇത്രയും ദൂരമാണ് 60√3, ഇത്രയും ദൂരമാണ് 24√3, രണ്ടോടെ കൂട്ടുമ്പോൾ 60 24 84√3 ഓപ്ഷൻ എന്ത് ചെയ്യാം, ആൻസർ കൊടുക്കാം. അപ്പോൾ അതൊക്കെ സ്പീഡ് ചെയ്യണം, മാക്സിമം സ്പീഡ്. ഇതിന് അല്ലാതെ പെൻ ഫ്രീ ഒന്നുമില്ല, പെൻ ഫ്രീ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. വളരെ വേഗത്തിൽ എന്ത് ചെയ്യുക, ഫിഗർ വരയ്ക്കുക, ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചെയ്തേക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ടവർ ഇത്രയും ഹൈ ഫ്രം 2 points ഓൺ ദ ലെവൽ ഗ്രൗണ്ട് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ഇത്രയാണ്. വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points ഓൺ ദ ഓക്കെ ഡെസിമൽ പ്ലേസ്, അതൊന്ന് നോക്കാം. ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് എ ടോപ്പ് ഓഫ് ടവർ ഇത്രയും ഹൈ. ഓക്കെ, ഇത്രയും 25√3 മീറ്റർ നീളമുള്ള ഒരു ടവറിൽ നിന്നും 2 points ഓൺ ദ ലെവൽ ഗ്രൗണ്ട് ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, ഇത് ഒരു പോയിന്റ്, ഇത് വേറൊരു പോയിന്റ്. ഓക്കെ, അതിന്റെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്നിട്ടുള്ളത്, ഒന്നാമത്തെ സ്ഥലത്ത് നിന്നും എത്രയാണ് 45 ഡിഗ്രി, രണ്ടാമത്തെ സ്ഥലത്ത് നിന്നും എത്ര ഡിഗ്രിയാ 60 ഡിഗ്രി. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇതാണ് നമുക്ക് വേണ്ടത്, ഈ ഒരു ഡിസ്റ്റൻസാണ് വേണ്ടത്. അപ്പോൾ ഇതെന്തായിരിക്കും, ഇത് 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇത് 45 ആണ്, 45ന്റെ ഓപ്പോസിറ്റ് ഇതാണെങ്കിൽ ഈ 45ന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, അതായിരിക്കും. അപ്പോൾ ഇതെന്താണ്, ഇത് 25√3 വന്നു, ഇനി ഇത് 60ന്റെ ഓപ്പോസിറ്റ് 25√3, അതായത് √3 യൂണിറ്റ്. അപ്പോൾ അടുത്ത കേസ് രണ്ടാമത്തെ ട്രയാങ്കിൾ 60ന്റെ ഓപ്പോസിറ്റ് √3 യൂണിറ്റ്. അപ്പോൾ √3 യൂണിറ്റിന് പകരമാണ് എന്നിട്ടുള്ളത് 25√3, 30ന്റെ ഓപ്പോസിറ്റ് 1 യൂണിറ്റ്. അപ്പോൾ √3 വലമാണ് 25√3, ഒന്നിൻ്റെ വലമാണ് √3 പോയി, ഇവിടെ എത്ര വരും, ഇത് 25 വരും. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 25√3 + 25, അതായത് 25 കോമൺ എടുത്താൽ 25 × 1 + √3 അല്ലേ, 25 × 1 + √3, അതായത് √3യുടെ വാല്യൂ എത്ര 1.732 ആണ്. ഓക്കെ, 73 മതി, കാര്യം ഓപ്ഷനെല്ലാം ഡിഫറൻറ്റ് ഉണ്ട്. 1.73യും അതിൻ്റെ കൂടെ 1 കൂടെ കൂട്ടും, അപ്പോൾ 2.73 ആണ്. അതായത് 50ൻ്റെ കൂടെ പിന്നെ 25 × 7 എത്രയാണ്, 175 ആണ്. അത് 50ഉം 17, അതായത് 67ന്റെ ആ ഒരു റേഞ്ചിൽ പോകും. എന്തായാലും അങ്ങനത്തെ ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ ബി ഉള്ളൂ. ഓപ്ഷൻ ബി 68.3 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ആ കാൽക്കുലേഷൻ ചെയ്യുന്ന ഇത് കണ്ടോ, നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ആ ഒരു സ്ഥലത്തോട്ട് എത്തുമ്പോൾ അതിൻ്റെ അടുത്ത് വേറെ ആരുമില്ല, അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കാൽക്കുലേഷൻ നല്ല രീതിയിൽ തന്നെ ചെയ്യേണ്ടി വരും. 1.732 ഒക്കെ ഇട്ട് ചെയ്യേണ്ടി വരും, ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ 9ാമത്തെ ക്വസ്റ്റ്യൻ. ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് എ ലാഡർ അഗൈൻസ്റ്റ് വാൾ എത്രയാണ്, ഒരു വാളിന് ചാരി വെച്ചേക്കുന്ന ഒരു ലാഡറിന്റെ ആംഗിൾ ഓഫ് എലിവേഷൻ 45 ഡിഗ്രി ആണെങ്കിൽ ലെങ്ത് ഓഫ് ലാഡർ 12. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വാൾ ആൻഡ് ഫുട്ട് ഓഫ് ദ ലാഡർ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് 45, ഇത് 45, ഇത് 90. അപ്പോൾ 90യുടെ ഓപ്പോസിറ്റ് √2 ഉണ്ട്, √2 ആണ്. 1:1:√2 ആണ്. അപ്പോൾ √2 യൂണിറ്റിന്റെ വാല്യൂ ആണ് 12. നമുക്ക് എത്ര വാല്യൂ വേണം, ഇതാണ് ഡിസ്റ്റൻസ്, ഒന്നിന്റെ വാല്യൂ ആണ് 12/√2 എന്ന് പറഞ്ഞാൽ 6√2 മീറ്റർ അല്ലേ. 6 × √2 ആണ്, ഒരു √2 മീറ്റർ പോയി 6√2 മീറ്റർ ആയിരിക്കും എന്ന് പറയുന്നത് ആ ഒരു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫുട്ട് ഓഫ് ദ വാൾ ആൻഡ് ഫുട്ട് ഓഫ് ദ ലാഡർ. ഇതാണ് ഫുട്ട് ഓഫ് ദ ലാഡർ, ഇതാണ് ഫുട്ട് ഓഫ് ദ വാൾ. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രം ദ ടോപ്പ് ഓഫ് എ ഹിൽ 240 മീറ്റർ ഹൈ, ദ ആംഗിൾസ് ഓഫ് ഡിപ്രഷൻ ഓഫ് ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് എ പോൾ ആർ 30 and 60 റെസ്പെക്റ്റീവ്ലി. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈറ്റ് ഓഫ് ദ പോൾ ആൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഹിൽ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കാൽക്കുലേഷൻ കുറച്ച് വരുമെന്ന് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചെയ്ത് നോക്കാം. ഒരു 240, അവർ എന്താണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ വരയ്ക്കുക. ഓക്കെ, 240 മീറ്റർ നീളമുള്ള ഒരു ഹില്ലിൽ നിന്നും ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് എ പോൾ. അപ്പോൾ പോളിന്റെ ടോപ്പിലോട്ടുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ എത്ര, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ, സ്ട്രേറ്റ് വരച്ചിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ, അത് തന്നെയായിരിക്കും എന്തെന്ന് പറയുന്നത് ഈ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, എത്ര ആയിരിക്കും, അതായത് ഈ ഒരു ഇവിടെ ഉണ്ടാക്കുന്നത്, ഇതിനാണ് നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ, കാര്യം രണ്ട് പാരലൽ ലൈൻസ്. ഓക്കെ, ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ആംഗിൾ ഓഫ് ഡിപ്രഷൻ ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് ദ പോൾ ആർ, ടോപ്പിലോട്ട് 30, ഇനി ബോട്ടത്തിലോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് ഈ മൊത്തം ഉണ്ടാക്കുന്ന ആംഗിൾ, അതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇതേ ആംഗിൾ തന്നെ ആയിരിക്കും, രണ്ടും എന്താണ് പാരലാണ്, സ്ട്രേറ്റ് ലൈൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് 30 ആണെങ്കിൽ ഓക്കെ, ഈ ആംഗിൾ എത്ര ആയിരിക്കും, ഈ ആംഗിൾ എന്നിട്ടുള്ളത് 60 റെസ്പെക്റ്റീവ്ലി. ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈറ്റ് ഓഫ് പോൾ ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ദ ഹിൽ. അപ്പോൾ ഹൈറ്റ് ഓഫ് പോൾ നമുക്ക് എന്ത് വേണം, ഇതിന്റെ ലെങ്ത് വേണം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക് നോക്കാം. ഇത് 60 ഡിഗ്രി, അപ്പോൾ 60ന്റെ ഓപ്പോസിറ്റ് 240. വലിയ ട്രയാങ്കിൾ എടുക്കാം, എന്താ ഈ ട്രയാങ്കിൾ എടുക്കാം, 60 ഉള്ള ആ ട്രയാങ്കിൾ എടുക്കാം. അപ്പോൾ നമുക്ക് ഇത് 90 ആണ്, ഇത് 90 ആണ്. ഓക്കെ, അപ്പോൾ 60ന്റെ ഓപ്പോസിറ്റ് 240 ആണ്, 30ന്റെ ഓപ്പോസിറ്റ് √3 യൂണിറ്റ് ആണ് 240, ഒരു യൂണിറ്റ് വേണം. അപ്പം 240/√3 80√3 എന്ന് കിട്ടും. അതായത് 80√3 ആണ് ഈ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് തന്നെയാണ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഇത് നോക്കി ചെയ്താൽ മതി. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് 80√3 കിട്ടുന്നത്. കാര്യം നമുക്ക് എന്താ ഈ ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ 240 ഇത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ 80√3 ആണ്, ഇത് 80√3 ആണ്, ഇത് 80√3 ആണ്. ഇനി 30ന്റെ ഓപ്പോസിറ്റ് ഒരു യൂണിറ്റ് ആണ്, ഇതെന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, ഈ ട്രയാങ്കിൾ നോക്ക്, ഈ ട്രയാങ്കിൾ, ചെറിയ ട്രയാങ്കിൾ, ഈ ഒരു ഇത് പോകുന്ന ട്രയാങ്കിൾ. അപ്പോൾ 30ന്റെ ഓപ്പോസിറ്റ് ഒരു യൂണിറ്റ് ആണെങ്കിൽ ഇതെന്തായിരിക്കും, ഇത് 60 ആയിരിക്കും. 30, 60, 90. 60ന്റെ ഓപ്പോസിറ്റ് √3 യൂണിറ്റ് ആണ്. അപ്പോൾ √3 യൂണിറ്റിന്റെ വാല്യൂ ആണ് വന്നിട്ടുള്ളത് 80√3, ഒരു യൂണിറ്റിന്റെ വാല്യൂ ആണ്. അപ്പോൾ എത്ര ആയിരിക്കും, 80. അതായത് ഒന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 80 ആയിരിക്കും. ഓക്കെ, ഒന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 80 ആണ് അല്ലേ. √3 യൂണിറ്റിന്റെ വാല്യൂ ആണ് വന്നിട്ടുള്ളത് 80√3.
1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 80. ഇപ്പോൾ നമ്മളുടെ ഈ പോളിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 240 നിന്നും 80 കുറയ്ക്കുക, അതായത് 160 മീറ്റർ ആയിരിക്കും പോളിൻ്റെ ലെങ്ത് അല്ലേ? ഇത്രയും എന്ന് പറയുന്നത്. അപ്പം ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈറ്റ് ഓഫ് പോൾ 160 മൈനസ് ഡിസ്റ്റൻസ് ഫ്രം ദ ഹിൽ. ഡിസ്റ്റൻസ് ഫ്രം ദ ഹിൽ എന്ന് പറഞ്ഞാൽ 80√3 ആണ്. നമുക്ക് എന്ത് ചെയ്യാം? 80 കോമൺ എടുക്കുമ്പോൾ 80 × 2 മൈനസ് √3. അപ്പോൾ 80 × 2 മൈനസ് √3 നമുക്ക് എവിടെ ഓപ്ഷനിലുണ്ട്? ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ ഓപ്ഷൻ നോക്കി തന്നെ ചെയ്യുക, ഫിഗർ കറക്റ്റായിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിന്റെ അടിപൊളിയായിട്ടുള്ള നല്ല കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഏകദേശം 10ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ട്രിഗ്നോമെട്രിയുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 10-15 ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അപ്പോൾ ബാക്കി ക്ലാസ്സുകളും ചാപ്റ്ററുകളും എല്ലാം അതിൻ്റെ ഓർഡറിൽ പോകുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം സീരിയസ് ആണെന്ന് നിങ്ങളുടെ വ്യൂസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഏറ്റവും പെട്ടെന്ന് നിങ്ങളത് കണ്ട് തീർത്ത് നോട്ട് എഴുതി, ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ക്ലാസ് കാണുന്നവരുണ്ടെങ്കിൽ ആ ക്ലാസ്സുകളെല്ലാം മസ്റ്റായിട്ട് കാണുക. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവിടെ പറയുന്നുണ്ട്. ചാനൽ എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകളും എല്ലാ മാത്സിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരാം. നിങ്ങൾ ഇതിൽ കിടക്കുന്ന മാത്സ് ക്ലാസ് മാത്രം കണ്ടാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് അത്ര ചേഞ്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ എക്സാമിന് വേറെ ഒരു സ്ഥലത്തും, ഞാൻ ഉറപ്പ് തരാം, വേറെ ഒരു സ്ഥലത്തും ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കത്തില്ല. അവരെല്ലാവരും നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. വീണ്ടും പെർസെൻറ്റേജ് ആണെങ്കിൽ പെർസെൻറ്റേജിൻ്റെ ചാപ്റ്റർ എടുക്കുന്നു, അതിൻ്റെ 2 ക്ലാസ് ചെയ്യുന്നു. പിന്നെ അടുത്ത ഒരു എക്സാം വരുമ്പോൾ അതേ പെർസെൻറ്റേജ് തന്നെ ആയിരിക്കും വീണ്ടും ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെയല്ല. നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കൂടുതൽ ഇമ്പ്രൂവ് ആക്കാനുള്ള ക്ലാസ്സുകളായിരിക്കും ചെയ്തിട്ടുള്ളത്. ഓൾറെഡി റെക്കോർഡായിട്ട് അവിടെ കിടപ്പുണ്ട്. പിന്നെ നിങ്ങളെ പെർസെൻറ്റേജിൻ്റെ ബേസ് തന്നെ പിന്നെ കാണിക്കേണ്ട കാര്യമില്ല. കാര്യം ഓൾറെഡി അവിടെ ഉണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്നും എക്സ്ട്രാ ആയിട്ട് എന്ത് നിങ്ങൾക്ക് തരാൻ പറ്റും അതായിരിക്കും ഇവിടെ തരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ കാണണം എന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ട്, ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. അതൊക്കെ കമൻറ്റ് കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പം നിങ്ങളും അവരിലുള്ള ഒരാളാവണം, നന്നായിട്ട് പഠിക്കണം. ഓക്കെ, എല്ലാവർക്കും ഒരു ആൾ ദ ബെസ്റ്റ് പറയുന്നു. എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക, എക്സാം നന്നായിട്ട് എഴുതുക. എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. ഓക്കെ, അപ്പം താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്ക് ആൾജിബ്രയൊക്കെ ആയിരിക്കും. അഡ്വാൻസ് മാത്സിൻ്റെ ജോമെട്രി എല്ലാം നിങ്ങൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ മാത്സ് മാത്രമായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്, അല്ലാതെ CGL ക്ലാസ്സുകളുണ്ട്, CHS ക്ലാസ്സുകളുണ്ട്. എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.